ട്രേഡ് മാർക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മാർക്കറ്റിൽ നടക്കുന്ന ഉഡായിപ്പുകളിൽ നമ്പർ 1 എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കേസാണ് ഹിയറിംഗിന്റെ അകത്ത്. ഇപ്പം ഒരാള് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് അയാൾക്ക് ഒബ്ജക്ഷൻ വന്ന് ഇത് ഹിയറിംഗിലേക്കായെന്ന് വിചാരിക്കുക. ഹിയറിംഗിലേക്കായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അറ്റോർണി അല്ലെങ്കിൽ അവർ ആരെ ത്രൂ ആണ് ആപ്ലിക്കേഷൻ കൊടുത്ത് അവരെ ട്രേഡ് മാർക്ക് ഏജന്റ് അവരെ കോൺടാക്ട് ചെയ്ത് പറയും ഹിയറിംഗിലേക്ക് വന്നിട്ടുണ്ട്, അപ്പം അത് ഹിയറിംഗ് അറ്റൻഡ് ചെയ്യുന്നതിനുള്ള ചാർജസ് കാര്യങ്ങളൊക്കെ പറയും. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഒരു 4500 to 6000 ഉള്ളിലേക്കും ചാർജസ് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പം ഇത് റിലേറ്റ് ചെയ്തിട്ട് ഉഡായിപ്പ് എങ്ങനെയാ നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് പുറത്തുനിന്ന്, അതായത് ഒരു നോർത്ത് ഇന്ത്യയിൽ ഒരു കോൾ വന്നിട്ട് പറയും ഹിയറിംഗ് 1500 അറ്റൻഡ് ചെയ്ത് തരാറ്. ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു 6000 പറഞ്ഞ കേസ് ഒരാളെ 1500 ചെയ്തു തരാന്ന് പറയുമ്പോൾ ക്ലൈന്റ് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യും. ഈ ചൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പവർ ഓഫ് അറ്റോർണി POA അങ്ങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവൽ ആദ്യത്തെ ഹിയറിംഗ് 1500 അറ്റൻഡ് ചെയ്യും. പിന്നെ ഇവലെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 1500 ഈ ഹിയറിംഗ് അറ്റൻഡ് ചെയ്തിട്ട് ഇവൽ ഇത് പോസ്റ്റ്പോൺ ചെയ്ത് വെക്കും അടുത്തൊരു ഡേറ്റിലേക്ക്. അപ്പൊ എന്ത് ചെയ്യും, രണ്ടാമത്തെ ഡേറ്റിലേക്ക് ഈ ഹിയറിംഗ് വരുന്ന സമയത്ത് അതിനും പൈസ ആകും. അതിനൊരു 3500 4 ആകും. അതിലും കൂടുതൽ ഡോക്യുമെന്റേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യും. അങ്ങനെ അറ്റ്ലീസ്റ്റ് ഇവൽ എന്ത് ചെയ്യും, ഒരു 3 ഹിയറിംഗ് എങ്കിലും കൊണ്ടുപോയി വെക്കും. പക്ഷെ ഇതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ ഫസ്റ്റ് നാട്ടിലാണ് അറ്റൻഡ് ചെയ്യുന്നത് വെച്ചാല് അറ്റോർണി വക്കീലാണെങ്കിൽ അവർ പ്രോപ്പർ ആയിട്ട് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യും, അവർ അതിന്റെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യും, ഒരൊറ്റ ഹിയറിംഗ് തന്നെ ഇത് കംപ്ലീറ്റ് ആവും. പക്ഷെങ്കിൽ നോർത്ത് ഇന്ത്യൻസിന്റെ ഒരു പരിപാടി എന്താ വെച്ചാൽ ഫസ്റ്റത്തെ എമൗണ്ട് ഇവര് കുറച്ച് പറയും, എന്നിട്ട് ഇവർ ഈ വർക്ക് പിടിക്കും. വർക്ക് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിങ്ങനെ 2 പേയ്മെന്റ് ഒക്കെ ആകുമ്പോൾ ഈ ആപ്ലിക്കേഷൻ കൊടുത്ത ആള് നാട്ടിൽ കൊടുത്തിട്ടുള്ള ആളെ വിളിച്ചിട്ട് പറയും ഞാനിങ്ങനെ കൊടുത്തുപോയി എന്നുള്ള. ഇങ്ങനെ വരുന്ന സമയത്ത് സാധാരണഗതിയിൽ ഇപ്പൊ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നതാണെങ്കിലും കേരളത്തിലുള്ള അറ്റോർണിമാര് അതുപോലെ തന്നെ കേരളത്തിലുള്ള ട്രേഡ് മാർക്ക് ഏജന്റ് ഒക്കെ കുറച്ചൊരു പ്രൊഫഷണലിസം ഉള്ള ആളുകളാണ്. അപ്പൊ ഒരു വട്ടം ഒരു ക്ലയന്റ് ഇവരെ ഒഴിവാക്കി വേറെ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവല് 10,000 കൊടുക്കാൻ പറഞ്ഞാലും 50,000 കൊടുക്കാൻ പറഞ്ഞാലും ഇവൽ ആ വർക്ക് എടുക്കൂല. അപ്പം ഇങ്ങനെ ഒരു പരിപാടി ഹിയറിംഗ് റിലേറ്റ് ചെയ്തിട്ട് ഇത് ഒരുപാട് ആളുകൾ ഇങ്ങനെ പോയി പെട്ടതുണ്ട്. ഇത് ഇനീഷ്യലി ചെറിയൊരു എമൗണ്ട് പറയും, എന്നിട്ടോ എൻഡ് ഓഫ് ദി ഡേ ഈ നെയിം കിട്ടൂല. ഇവലിത് എക്സ്റ്റെൻഡ് ചെയ്ത് എത്രത്തോളം പൈസ ആ ക്ലൈന്റിന്റെ അടുത്ത് നിന്ന് വാങ്ങാൻ പറ്റുമോ അത്രത്തോളം എമൗണ്ട് ഈ ടീം ഉണ്ടാക്കും. ഒരു പരിധി എത്തുന്ന സമയത്ത് ഈ കൊടുത്ത ചങ്ങായി ഇത് ഇട്ടിട്ട് പോകും. അപ്പം ഹിയറിംഗ് അറ്റൻഡ് ചെയ്യാ എന്ന് പറഞ്ഞിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ കോളാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെടുക. ആ ഭാഗത്തേക്ക് ചിന്തിക്കരുത്. ഇങ്ങനെയൊക്കെ പോയി പെട്ടിട്ട് 35,000 40,000 പോയ എത്ര ആൾക്കാരുണ്ട് കേരളത്തിൽ, എത്രയാ കോള് വരുന്നത്, എത്രയാ മെസ്സേജ് വരുന്നത്. അപ്പൊ ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഹിയറിംഗ് റിലേറ്റ് ചെയ്തിട്ട് ഇന്ന് വ്യാപകമായിട്ട് നടക്കുന്ന ഒരു ഉഡായിപ്പാണിത്.